പ്രിയപ്പെട്ടവരെ, നമുക്ക് അപ്പർ കുട്ടനാട്ടിലേക്കൊന്ന് പോയാൽ അപ്പർ കുട്ടനാട്ടിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവൻവണ്ടൂര്, മുട്ടാറ്, തലവടി ഈ പ്രദേശങ്ങളിലെല്ലാം സ്ഥിതി രൂക്ഷമാണ്. അച്ചൻകോവിൽ, പമ്പ, മണിമലയാറുകളൊക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഭൂരിഭാഗം റോഡുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളിൽ ഗതാഗതം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ നമ്മുടെ ശരൺ ചേരുന്നുണ്ട് തിരുവൻവണ്ടൂരിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ് ശരൺ. എന്താണ് തിരുവൻവണ്ടൂരിലെ അവസ്ഥ? ഇന്ന് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും അടുത്ത 3 മണിക്കൂർ നേരം റെഡ് അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. രാവിലെ മുതൽ വീണ്ടും മഴ പെയ്തു തുടങ്ങിയോ? വെള്ളം എന്തെങ്കിലും ഇറങ്ങി തുടങ്ങിയ ലക്ഷണമുണ്ടോ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തിരുവൻവണ്ടൂരിൽ സ്ഥിതി അല്പം ഗുരുതരമാണെന്നുള്ളതാണ്. അതായത് ഇന്നലെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് പാണ്ടനാട് പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയത് നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മറ്റിടങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്നത് തിരുവൻവണ്ടൂർ പഞ്ചായത്തിൻ്റെ 13ാം വാർഡിലാണ്. ഈ വാർഡ് ആകെ തന്നെ മുങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സമാനമായ സാഹചര്യമാണ്. യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ 2018 പ്രളയകാലത്തിന് സമാനം എന്ന രീതിയിലാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് വീടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഭൂരിഭാഗം ആളുകളെയും ഇന്നലെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ ബോട്ടുകളൊക്കെ എത്തിച്ച്, വള്ളമൊക്കെ എത്തിച്ച് ഇവിടെ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നതാണ്. എന്നാൽ ചിലർ ഇവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മാറേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വീടിൻ്റെ മുകളിലത്തെ നിലയിലായിട്ടൊക്കെ തന്നെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരപ്പൊക്കം വെള്ളത്തിലാണ്. ഈ വീടുകൾ, ഇവിടെ 100ഓളം വീടുകളുണ്ട്. ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷ അടക്കം ഇവിടെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിന് സമാനമായ സാഹചര്യം ഈ മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം, എന്താ ആ 3 ദിവസം സാഹചര്യം തുടരുന്നു അല്ലേ? 3 ദിവസമായിട്ട് ഈ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 2018 സമാനമായ സാഹചര്യമാണ്. ഒരു 1-ാം തീയതി മുതൽ വെള്ളമാണ്. നമ്മൾ ഒരു 100ഓളം കുടുംബങ്ങളുണ്ട്. ഇത് തോണ്ടപ്പടി, ലക്ഷം വീട് 2 ഉന്നതികളാണ്. നമ്മൾ ഒരു 80-100 അടുത്ത ആളുകളെ ഇവിടെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ക്യാമ്പുകളിലേക്ക് മാറാൻ കഴിയാതെ ഇവിടെ ഉള്ള ചില ആളുകളുടെ വീടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നു. അവർ ഈ ക്യാമ്പുകളിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റാത്ത ആളുകളാണ്. പിന്നെ അസുഖമായി കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാറാത്തതാണ്. ഈ ഭക്ഷണം, മരുന്നൊക്കെ നമ്മൾ ഇവിടെ ഭക്ഷണം നമ്മൾ എത്തിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും ഇവിടെ. അങ്ങനെ ചെയ്യുന്നു. വീടിനകത്ത് എല്ലാം വെള്ളം കയറി സാധനം എല്ലാം ഞങ്ങൾ വാരി മേളിൽ കയറ്റി വെച്ചിരിക്കുക. ഒന്നും ഇറക്കിയിട്ടൊന്നുമില്ല. ഇതിന് എല്ലാം കഴിച്ചിറക്കണം. ആരെങ്കിലും ഇവിടെ താമസിക്കും? ഞാനും ഭാര്യയേ ഉള്ളൂ. അങ്ങനെ ചിലർ, അരുൺകുമാർ, ചിലർ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. അവർക്ക് ക്യാമ്പിലേക്ക് മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സാഹചര്യം. ഈ അരയ്ക്ക് മുകളിലേക്ക്, പ്രത്യേകിച്ച് നെഞ്ചളവിലേക്ക് വരെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടേക്ക് നടന്നു പോയപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശമാകെ തന്നെ ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അപ്പർ കുട്ടനാട്ടിൽ സാഹചര്യം കുറച്ചുകൂടി ഗുരുതരമാവുകയാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ്. നമ്മൾ ഈ തിരുവൻവണ്ടൂർ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും കനത്ത മഴയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ വിധത്തിൽ തന്നെ മഴ തുടരുന്നുണ്ട്. ഇതിൽ 2 ആറുകളിൽ നിന്നും, അതായത് പമ്പയാറിൽ നിന്നും മണിമലയാറിൽ നിന്നും വെള്ളം ഒരേപോലെ തന്നെ ഇവിടേക്ക് കയറുകയാണ്. ഇതാണ് ഈ പ്രതിസന്ധി ഇവിടെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ 3 ആറുകളുടെ ജലനിരപ്പിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല. ഇപ്പോഴും കഴ കഴിഞ്ഞ് ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പരമാവധി ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലേക്ക് തന്നെ കൂടുതൽ വെള്ളം എത്തിച്ചാണ് ആളുകളെ മാറ്റിയിരിക്കുന്നത്. ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക്, അതായത് ഇതെല്ലാം തന്നെ ഗ്രാമീണ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെ റോഡുകളുടെ അവസ്ഥയും കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ചില ഇടങ്ങളിലെങ്കിലും ഉണ്ട്. അങ്ങനെ ഭൂരിഭാഗം റോഡുകളിലേക്ക് അടക്കം വെള്ളം കയറി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. അവർ വീടിന് മുകളിലായിരുന്നു. പിന്നെ ഇന്നലെ NDRFിൻ്റെ ടീം വന്ന് ഞങ്ങൾ ഡയാലിസിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് അരുൺകുമാർ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. അപ്പർ കുട്ടനാട് നേരിടുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ 2018 പ്രളയകാലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. മാറ്റമുണ്ടാകും. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ തന്നെ ഈ വെള്ളം കുറച്ചെങ്കിലും ഇറങ്ങി എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മാറ്റമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൂടുതൽ വെള്ളം കയറുന്നു. പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഇങ്ങനെ കുത്തിയൊലിച്ച് വെള്ളം എത്തുന്നതൊക്കെ തന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞിരുന്നതാണ്.
ഓക്കെ, ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകുന്നത്. അപ്പർ കുട്ടനാട് ഭാഗത്താണ്, തിരുവൻവണ്ടൂരിലാണ് ഇപ്പോൾ ശരണുള്ളത്. അവിടെ മുട്ടോളം വെള്ളത്തിലാണ് നിൽക്കുന്നത്. വാഹനങ്ങൾ പുറത്തിറക്കാൻ പറ്റുന്നില്ല, ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യമാണ്. ജലം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആറന്മുളയിൽ. എല്ലായിടത്തും നേരിയൊരു ശമനമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും മഴ കനത്ത് തുടങ്ങിയിരിക്കുന്നു. ഒന്ന് തണുക്കും, വീണ്ടും മഴ വീണ്ടും തീവ്രമാകും. അതാണ് അവസ്ഥ. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ പോകുന്നവർ സൂക്ഷിച്ച് മാത്രം പോവുക. യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ചെറുവാഹനങ്ങൾ എടുക്കുന്നവർ, വെള്ളക്കെട്ടിൽ ഒരു കാരണവശാലും ആ വാഹനം ഓടിക്കാതിരിക്കുക. ആ ബസ് ഡ്രൈവർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ബസ് ഡ്രൈവർക്ക് പോലും പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടുന്നില്ല, പിന്നല്ലേ നമ്മുടെ ചെറിയ വാഹനം. അപ്പോൾ ഒരു കാരണവശാലും സാഹസികമായ യാത്രകൾക്ക് നിങ്ങൾ ഈ സമയം തിരഞ്ഞെടുക്കരുത്. MC റോഡിലാണെങ്കിലും ശരി, ഭാഗികമായ പ്രശ്നമുണ്ട്. കോട്ടയത്ത് നിന്ന് നമ്മുടെ കുമരകത്തേക്ക് പോകുന്ന റോഡിലും നിറയെ വെള്ളക്കെട്ടാണ്. ഇപ്പോൾ AC റോഡിലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. സൂക്ഷിച്ച് കണ്ടുമൊക്കെ യാത്ര ചെയ്യുക.